മഹാരാഷ്ട്രയിലെ ചോർപ്പാണി വില്ലേജിൽ നിന്ന് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. സബ്കോ സലാം. महाराष्ट्र की चोरपानी गांव से हम आपको सलाम करता हूँ. ഇതൊരു ടൈഗർ ഫോറസ്റ്റ് ആണ്. ये एक शेरों का जंगल है. അതിൻ്റെ അകത്തുകൂടി ഞങ്ങൾ കടന്നു വന്ന് ഇവിടെ കുറേ കൃഷിയിടങ്ങളും കൊച്ചു കൊച്ചു മലകളുമൊക്കെ ഉള്ള സ്ഥലമാണ്. बहुत मुश्किल से हम इधर पहुँच गया है. यहाँ पे छोटी छोटी जगह है और यहाँ पे खेत की समान जमीन भी है. ചെറിയ വാഹനങ്ങളൊന്നും ഇതിൻ്റെ അകത്തേക്ക് വരികയില്ല. जो छोटी छोटी गाड़ी तो इतना अंदर नहीं आएंगे. കുറച്ച് ദൂരം നടന്നാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയിരിക്കുന്നത്. हम गाड़ी कहीं दूर रख के हम पैदल आया हूँ. ദൈവത്തിന് തൻ്റെ പദ്ധതി തികയ്ക്കാൻ ദൈവം കണ്ട ചില വ്യക്തികളുണ്ട്. परमेश्वर की योजना के लिए परमेश्वर उनकी योजना को पूरी करने के लिए कई लोगों को उन्होंने पहले से चुना. പൗലോസ് പറയുന്നു, पौलुस ने कहा, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. पौलुस ने कहा कि शैतान की योजना आपको जानता है ना. അപ്പൊ സാത്താന്റെ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ അറിയണം. ये शैतान की योजना स्ट्रैटेजी क्या है हमको पहचान होना है. പോളിന്റെ മിനിസ്ട്രി പഠിച്ചാൽ पौलुस की जो सेवकाई हम जब पढ़ते हैं, താനൊരു സ്ട്രാറ്റജിക് മൂവിലായിരുന്നു തന്റെ മിനിസ്ട്രി കൊണ്ടുപോയത്. उनकी जो सेवकाई है हमेशा एक स्ट्रैटेजिक रूप से चलते थे. യേശുവിന്റെ മിനിസ്ട്രിയും അങ്ങനെയായിരുന്നു. यीशु मसीह का भी मिनिस्ट्री ऐसी. എവിടെയെല്ലാം പിശാചിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടോ, जहाँ जहाँ जो शैतान की जो गढ़ है, അവിടെയെല്ലാം യേശു കടന്നു ചെന്ന് അതിന്റെ അധികാരങ്ങളെ ശാസിക്കുമായിരുന്നു. जहाँ जहाँ जाके यीशु मसीह वो जो शैतान की गढ़ को तोड़ दिया है. അങ്ങനെയാണ് യേശു ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നത്. वैसे ही फिलिपोस की कैसरिया एक जगह में उन्होंने एक बार गया. പൗലോസ് എഫെസോസിൽ തന്റെ വേല ശക്തമായി നിർവഹിച്ചത് ബൈബിൾ പറയുന്നു. पौलुस ने एफेसोस के अंदर भी उसका सामर्थ्य रूप से उसका सेवकाई के बारे में लिखा है. എഫെസോസ് അർത്തമീസിന്റെ നാടാണ്. एफेसोस जो है वो एक मूर्ति का नाम है. जो अर्थमीस की एक मंदिर था. ഇംഗ്ലീഷിൽ പറയുന്നത് ഡയാന എന്ന അർത്തമീസിന്. इंग्लिश में ऐसे कहते हैं डयाना. ഡയാനയുടെ നാട്ടിലാണ് അപ്പോസ്തലൻ കടന്നു ചെന്നത്. जो एफेसोस में उन्होंने सेवकाई ये अर्थमीस की बीच में कर रहा थी. അർത്തമീസിന്റെ നാട്ടിൽ അപ്പോസ്തോലിക അഭിഷേകം വെളിപ്പെടാനിടയായി. अर्थमीस की जो जमीन पर परमेश्वर की दास पौलुस की जो अपोस्टलिक बुलाहट प्रकट हो गई. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളം ഏറിയാകളിൽ അർത്തമീസിന്റെ അധികാരം ഉള്ളത് നമുക്ക് भारत കാണാം. के अंदर बहुत जगह ऐसे मूर्ति का अर्थमीस की जगह गढ़ है. പൗലോസ് അർത്തമീസിനെ ഭയപ്പെട്ടില്ല. पौलुस अर्थमीस को नहीं डरा था. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതി, एफेसियर की जो पत्रिका में उन्होंने लिखा, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. वो एफेसोस की 6 में लिखा है, आखिरी बार हम परमेश्वर की सामर्थ्य में, अधिक सामर्थ्य में और परमेश्वर में हम प्रकट होना है. ഞങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഒരു സാറ്റാനിക് സ്ട്രാറ്റജി ഉള്ള സ്ഥലങ്ങളാണ്. जहाँ जहाँ इन दिनों में हम चलते हैं वहाँ पे सब कुछ एक हम महसूस कर रहा है जो शैतान की एक योजना ये पीछे है. അതുകൊണ്ട് തന്നെ നമ്മുടെ മിനിസ്ട്രിയിൽ ഒരു സ്പിരിറ്റിന്റെ സ്ട്രാറ്റജിക് മൂവ് നമ്മൾ അറിയുന്നുണ്ട്. इसलिए हमारी आत्मा के अंदर भी हम एक स्पिरिट की स्ट्रैटेजी हम महसूस कर रहा है. ഇവിടുന്ന് വേലക്കാർ എഴുന്നേക്കും. यहाँ से भी कई पत्रोस पौलुस उठेगा. ഇവിടുന്ന് ഒരു സേന എഴുന്നേറ്റ് വരും. यहाँ से भी एक प्रभु का सेना लोग पैदा हो जाएगा. എസെക്കിയേൽ ചാപ്റ്റർ 37 एसेकिएल की पुस्तक 37 में लिखा है, അസ്ഥി താഴ്വരയ്ക്കകത്തു നിന്നൊരു സേന എഴുന്നേറ്റു. जो सूखे हुए अड्डी से एक नया सेना पैदा हो जाएगा. ഹല്ലേലൂയ. हालेलुया. അതിന് ദൈവം യൂസ് ചെയ്തത് എസെക്കിയേലിനെയും തന്റെ പ്രവചനത്തെയുമാണ്. उसके लिए परमेश्वर इस्तेमाल किया भविष्यवक्ता एसेकिएल को और उनका भविष्यवाणी को നിങ്ങൾ इस्तेमाल. ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ, अगर आप प्रभु का यीशु मसीह का एक भविष्यवक्ता है, നിങ്ങൾക്ക് അസ്ഥി താഴ്വരയിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. आपको एक सूखे हुआ अड्डी का जमीन में तराई में एक सेवकाई आपके लिए रखा है. വൺ മോർ ടൈം. जो अगर നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ, अगर आप परमेश्वर की एक भविष्यवक्ता है, നിങ്ങൾക്ക് അസ്ഥി താഴ്വരയിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. आपको सूखे हुआ तराई में एक सेवकाई रखा है. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ जहाँ जहाँ हम चलते हैं ചലനങ്ങളില്ലാത്ത അസ്ഥി താഴ്വരകൾ കാണാം. बहुत बहुत सूखे हुआ जो तराई हम दिखते हैं. നിങ്ങളോ ഞാനോ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ, अगर मैं और आप प्रभु के एक भविष्यवक्ता है, ചലനമില്ലാത്ത അസ്ഥി താഴ്വരകൾ ചലിക്കാൻ തുടങ്ങും. आओ जब हम उधर जाएगा तरिया में तो हम भविष्यवाणी करना है, तुम जी उठे. ഒരു സേനയായിട്ട് അത് എഴുന്നേറ്റ് വരും. वो एक सेना के रूप में वो आगे बढ़ेगा. മഹാരാഷ്ട്രയിലെ ഈ ചോർപ്പണി
ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ये महाराष्ट्र की ये चौरपनी गांव से हम ऐसे ही घोषणा करते हैं. ഹല്ലേലൂയ. हालेलुया. കേരളത്തിൽ നിന്ന് ഈ ഒരു കാടിന്റെ അകത്ത് വരാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. केरल से आके ये जंगल के अंदर आके सेवकाई करने के लिए परमेश्वर हमको मदद किया. ഹല്ലേലൂയ. हालेलुया. ഇവിടെ ഒരു ഭയങ്കര സേന എഴുന്നേക്കാൻ പോകും. यहाँ पे एक प्रभु का बहुत बड़ी फौज खड़ा होना वाला है. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിക് മൂവ് നമുക്കൊരു വലിയ റിസൾട്ട് ആയി മാറും. ये जो स्ट्रैटेजिक जो हमारी कदम है वो सफल होना वाला है. എഫെസോസിൽ വെച്ച് പോളിന് പെർസിക്യൂഷൻ ഉണ്ടായി. एफेसोस के अंदर परमेश्वर की दास को एक उत्पीड़न हुआ है. പക്ഷെ അതേ എഫെസോസിൽ സഭ ആരംഭിച്ചു. लेकिन वो एफेसोस के अंदर पौलुस ने एक शुरू की. എഫെസോസിലെ സഭയ്ക്ക് എഫേസ്യ ലേഖനം കൊരിന്തിൽ ഇരുന്നു കൊണ്ട് പൗലോസ് എഴുതുമ്പോൾ जब एफेसोस की जो पत्रिका कोरिन्थ से जब पौलुस लिख रहा था, പോൾ ഇങ്ങനെ പറയുന്നു, पौलुस ऐसे कहा, ഞാൻ എഫെസോസിൽ പെന്തക്കോസ് വരെ പാർക്കും. जो उन्होंने कहा मैं एफेसोस और पेंतकोस तक मैं ठहरेंगे. പെന്തക്കോസിന്റെ ശക്തി ഇറങ്ങുന്നത് വരെ ഞാൻ ഉണ്ട് അവിടെ. पेंतकोस की समान की सामर्थ जब तक होंगे तब तक मैं वहां पे रहूंगा. ഞങ്ങൾ വിശ്വസിക്കുന്നു मैं विश्वास करता हूँ മഹാരാഷ്ട്രയിൽ പെന്തക്കോസ് വെളിപ്പെടാൻ പോകും. महाराष्ट्र के अंदर पेंतकोस की समान अभिषेक उतरना वाला है. महाराष्ट्र के अंदर पेंतकोस की समान सामर्थ उतरना वाला है. ആമേൻ. आमीन. അതിനായി പ്രാർത്ഥിക്കുക. उसके लिए हम प्रार्थना करें. सबको सलाम. सबको जय मसीह. ആമേൻ. आमीन.